ഗൈസ്, നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ടാവില്ലേ? പക്ഷെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, ബിക്കോസ് എനിക്ക് പനിയാണ്. സോ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാം. ഇപ്പോൾ നമ്മൾ ഹെൽത്ത് സെൻ്ററിലേക്കാട്ടോ. അവിടുന്ന് കുറച്ച് നേരം നിന്നപ്പം നമ്മൾ ഡോക്ടർ വിളിച്ചു. ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതിന് നമ്മൾ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയി. മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ മാസ്ക് എടുക്കുന്നത്. അപ്പം ഞാൻ മാസ്ക് ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടില്ല. വലിച്ചെറിഞ്ഞ അമ്മനോട് നല്ല കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വലിച്ചെറിഞ്ഞില്ല. ഈ പൂ കണ്ടോ, ഇത് നമുക്ക് ആസ്റ്റിക് ആയിട്ട് പറിച്ചെടുക്കാനാണ് എൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ 2 വീടെടുത്തെങ്കിലും അതിലൊറ്റൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. ഈ പൂ തലയിൽ വെച്ചിട്ട് വീടെടുക്കാനൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാന്. പക്ഷെ ഇത് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി വന്നിട്ട് നമ്മൾ നേരെ പോയത് ഒരു ഫാർമസിയിലേക്കാണ്. അതിൻ്റെ മോയ്സ്ചറൈസർ ക്രീമിൻ്റെ റേറ്റ് എത്ര ചോദിക്കാൻ വേണ്ടിയിട്ടോ. എപ്പോഴും ഞാനല്ലേ പോലെ ഇന്ന് ഈ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ എന്നെ അങ്ങോട്ട് തള്ളി വിട്ടു. ഞാനല്ലേ ആള്, ഉമ്മ എന്താ വിചാരിച്ചേ ഞാൻ ചോദിക്കൂലെന്ന്. പക്ഷെ ഞാൻ ചോദിച്ചു, എങ്ങനെയെന്ന് കാണണ്ടേ, കാണിച്ചരാ, നിൽക്ക് വെയിറ്റാക്ക്. ഞാൻ പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡിലൊക്കെ ചോദിച്ചപ്പം ഒരു നല്ല രീതിയിൽ തന്നെ മറുപടി വന്നു. എക്സ്ക്യൂസ് മീ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറിയിൽ പോയി. അവിടെ ഞാൻ കുറേ കാലത്തിന് ശേഷം ഡയറി കണ്ടു. അതിലേക്ക് പിന്നെ ഞാൻ കൂടുതൽ ശ്രദ്ധ ഒന്നും കൊടുത്തില്ല. ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീട്ടിലെത്തുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ടൈം എങ്ങനെയൊക്കെ പോക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ അത്രേ ഉള്ളൂ.